കളി മാറി, കഥ മാറി. അങ്ങനെ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും മാത്രം ചട്ടമ്പിത്തരവും പോസ്റ്റും ഗർവും അഹങ്കാരവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് വളരെ കൃത്യമായി ചൈനയും റഷ്യയും ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. ഇന്ന് രാവിലെ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 5-6 മണിക്കൂറുകൾക്ക് മുമ്പ് ചൈനീസ് പ്രധാനമന്ത്രി സി ജിൻപിങ്ങും അതോടൊപ്പം തന്നെ സ്പെയിൻ പ്രധാനമന്ത്രിയും റഷ്യൻ വിദേശകാര്യമന്ത്രിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒക്കെയായി ഒരു ഉന്നതതല യോഗം നടക്കുകയും പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുകയും ഈ സന്ദർഭത്തെ തുടർന്നു കൊണ്ടുപോകാൻ അനുവദിച്ചുകൂടെന്നും ഒരു രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും സംരക്ഷിക്കുന്നതിന് ഉറച്ച നിലപാട് വേണമെന്നും അതിനപ്പുറത്തേക്കുള്ള ഒരഭ്യാസത്തെയും അനുവദിക്കില്ലെന്നും ഉറച്ച് പറയുന്ന സ്ഥിതിയിലേക്കെത്തി. കൂടിയവരാരൊക്കെയാണ്? റഷ്യയാണ്, ചൈനയാണ്, സ്പെയിനാണ്. എന്നിട്ടവർ UAE ക്രൗൺ പ്രിൻസുമായി ടെലഫോണിൽ സംഭാഷണം നടത്തി. സംഭാഷണത്തിൻ്റെ ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ: ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തലിൻ്റെ അന്തസത്ത പാലിക്കുക. 21 വരെയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനിടയിൽ വേറെ അഭ്യാസങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടില്ല. ഈ പറയുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ പടക്കപ്പലും മറ്റുള്ളതുമെല്ലാം കൊണ്ട് നിർത്തിയിട്ട് പിന്നെ അതിനെ വെടിനിർത്തലായി വ്യാഖ്യാനിക്കുന്ന താന്തോന്നിത്തരം അത് അനുവദിച്ചുകൂടാ. എന്ന് മാത്രമല്ല, ചൈന ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് ലോകത്തോട് പറയുകയും ചെയ്തു. ചൈന പറഞ്ഞത് വളരെ കൃത്യമാണ്. 4 കാര്യങ്ങൾ. അതിലൊന്നാമത്തേത് സ്റ്റേ കമ്മിറ്റഡ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. അതായത് വളരെ സമാധാനപരമായ നിലനിൽപ്പ് പരസ്പരം അനുവദിക്കുന്ന ഒരു തത്വം ഈ ലോകത്തുണ്ടാവണം. നിനക്ക് നിൽക്കണം, എനിക്ക് നിൽക്കണം. എൻ്റെ സുരക്ഷിതത്വവും പ്രധാനമാണ്, നിൻ്റെ സുരക്ഷിതത്വവും പ്രധാനമാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ നീ എൻ്റെ സുരക്ഷിതത്വത്തിന് വിലങ്ങുതടിയാണ് അല്ലെങ്കിൽ അപകട ഭീഷണിയാണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങ് കയറി പക്രാണ്ടിച്ച് കളയരുത്. അത് അനുവദിക്കാനാവുന്നതല്ല. രണ്ടാമത്തേത് പറഞ്ഞത് സ്റ്റേ കമ്മിറ്റഡ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് നാഷണൽ സോവറിറ്റി. അതായത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം ഉറപ്പുവരുത്തുന്നതിന് ആ രാജ്യത്തിൻ്റെ അതിർത്തി, ആ രാജ്യത്തിൻ്റെ സ്ഥാപനങ്ങൾ, ആ രാജ്യത്തിൻ്റെ അധികാരത്തിൻ്റെ അടയാളങ്ങൾ, അതിനുള്ള അവകാശം ആ രാജ്യത്തിനുള്ളതാണ്. അല്ലാതെ നീ കയറി അതിർത്തി കടന്ന് ആക്രമിക്കാനും നീ അവരുടെ സ്ഥാനചിഹ്നങ്ങളെ ദുർബലപ്പെടുത്താനും നീ അവിടെ പുതിയ അധികാരവാഴ്ച കൊണ്ടുവരാനുമുള്ള അവകാശം നിനക്ക് ലോകത്തില്ല. അത് രണ്ടാമത്തെ ഉടമ്പടി, രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തേത് സ്റ്റേ കമ്മിറ്റഡ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർനാഷണൽ റൂൾ ഓഫ് ലോ. അന്തർദേശീയ തലത്തിലുള്ള ആ നിയമാധികാരത്തിൻ്റെ തുല്യത അത് എല്ലാവരും അംഗീകരിച്ചിരിക്കണം. എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന നിയമവ്യവസ്ഥയിലായിരിക്കണം ലോകം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഒരു രാജ്യത്തിന് മേലുള്ള നിയമം മറ്റൊരു രാജ്യം നിർമ്മിക്കരുത്. ഒരു രാജ്യത്തിന് മേലുള്ള വിധി നടത്തിപ്പ് മറ്റൊരു രാജ്യത്തിൻ്റെ അവകാശമായി കാണരുത്. റൂൾ ഓഫ് ലോ, നിയമവാഴ്ച ലോകത്ത് എല്ലാവർക്കും തുല്യമാണ് എന്ന തരത്തിൽ തന്നെ ഉണ്ടാവണം. നാലാമത്തേത് സ്റ്റേ കമ്മിറ്റഡ് ടു ദി ബാലൻസ്ഡ് അപ്രോച്ച് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് സെക്യൂരിറ്റി. വികസനത്തിനും സുരക്ഷിതത്വത്തിനും ഒരു വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, വളരെ എന്താ പറയുന്നത്, ഒരു അൺഹെൽത്തി വളർച്ച അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പിടിച്ചടക്കി വീതി കൂട്ടൽ, സ്വന്തം അതിർത്തി വർദ്ധിപ്പിക്കൽ, അത്തരം സംഗതികൾ പാടില്ല. ഏത് രാജ്യത്തിൻ്റേതും അത്തരത്തിൽ സൂക്ഷിക്കാനുള്ള അവകാശം വേണം. ഈ നിലപാടുകൾ പറഞ്ഞ ശേഷമാണ്, പരസ്പരം സമ്മതിച്ച ശേഷമാണ് ചൈനീസ് ഓയിൽ ടാങ്കർ നീങ്ങട്ടെ എന്ന് പറഞ്ഞത്. അതങ്ങ് നീങ്ങി. 1 അല്ല, 2 അല്ല, 3 അല്ല, 4 നീങ്ങി. എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവരുടെ രണ്ടുപേരുടെയും ഏകപക്ഷീയമായ കളികളല്ല. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ വിളിച്ച് അവിടെ ആ പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ ബില്ലടയ്ക്കാത്ത കാശ് കൊടുത്ത് ഉടൻ തന്നെ യോഗം വെച്ച് വളരെ പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കും ട്രംപ്. ഈ കളിയുമായി മുന്നോട്ട് പോവില്ല. കാരണം കളിയിൽ കൊതിവിട്ട് തുടങ്ങിയിരിക്കുന്നു.